Anywhere you go, anywhere you go, give it all. റിസൽ മന്തോവാനി സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് തെനുങ്ക്. ഒരു അമ്മയ്ക്ക് 3 മക്കൾ. എന്നാൽ ആ 3 മക്കളുടെ അച്ഛൻ വേറെ വേറെയാണ്. എന്തോ ഒരു അവിഹിതം ഡിങ്കോൾഫി മണക്കുന്നുണ്ട് അല്ലേ. അമ്മ ഒരു വ്യഭിചാരം നടത്തി ജീവിക്കുന്നവളാണ്. അങ്ങനെ 3 കുട്ടികൾ ഉണ്ടായി. എന്നാൽ 2 പേര് അമ്മ അത്രക്കാരി ആണെന്ന് അറിഞ്ഞ് നാട് വിട്ടു പോകുന്നു. എന്നാൽ ഒരു മകൾ മാത്രം അമ്മയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഇതിൽ ആരാണ് നല്ല മക്കൾ? അമ്മ മോശം സ്ത്രീ ആണെന്ന് അറിഞ്ഞിട്ടും കൂടെ നിന്നവളാണോ, അതോ അമ്മയെ വിട്ടു പോയ 2 പേരാണോ? അതിനിടയിൽ പിശാചിന്റെ കൈകളും ചുരുളഴിയാത്ത രഹസ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വീട്ടിൽ ലിൻഡ എന്നൊരു സ്ത്രീയെ കാണാം. ലിൻഡ തൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ കണ്ട് ഫീലടിച്ച് നിൽക്കുന്നത് കാണാം. അതേ നേരം മറ്റൊരിടത്ത് ഏതോ ഒരുത്തൻ ലിൻഡയ്ക്ക് എന്തോ കൂടോത്രം ഒക്കെ ചെയ്യുന്നതും കാണാം. ലിൻഡയുടെ തലമുടിയും അതിലേക്ക് ആട്ടിൻ രക്തം ഒക്കെ ഒഴിച്ച് എന്തൊക്കെയോ മന്ത്രച്ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലിൻഡയുടെ വീടിൻ്റെ ഡോർ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് അതാരാ, എൻ്റെ മകൾ ഐറ ആയിരിക്കോ എന്ന് ഒരൽപ്പം ഭയം ഉള്ളതുപോലെ നടന്നു പോയി നോക്കുമ്പോൾ അന്നേരം ദേ മുന്നിൽ ഒരുപാട് പിശാചുക്കളുടെ കൈ വന്നു നിൽക്കുന്നു. അത് കണ്ട് അവൾ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് അവിടുന്ന് പോവുകയും മറ്റൊരു വശത്ത് കൂടി വന്ന് ലിൻഡയുടെ തലയിലേക്ക് ഒരൊറ്റപ്പിടി എന്നിട്ട് വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീട് വിട്ട് പോകാൻ നോക്കുമ്പോൾ വീട്ടുവാതിൽക്കൽ ഒരുപാട് പിശാചുക്കളുടെ കൈകൾ നിൽക്കുന്നത് കാണുകയാണ്. അതൊക്കെ കണ്ട് ലിൻഡ ഭയന്ന് അലറുമ്പോൾ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരു 4 മാസം കഴിഞ്ഞ് ഇപ്പോൾ ലിൻഡയ്ക്ക് ആണെങ്കിൽ വയസ്സായി, അസുഖബാധിതയാണ്. മകൾ ഐറ ആണ് ലിൻഡയെ നോക്കുന്നത്. മോളെ, എനിക്ക് പറ്റുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെയാ തോന്നുന്നത്. രാത്രി എന്നെ ആരോ നോക്കി നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അത് കേട്ട് എന്താ അമ്മേ, എന്തൊക്കെയാ പറയുന്നേ? ഞാനും നിങ്ങളും മാത്രമല്ലേ ഇവിടെ ഉള്ളത്, പിന്നെ ആരാ ഇങ്ങനെ നോക്കാൻ? ഇല്ല മോളെ, എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ശരീരം ആകെ പൊള്ളുന്നു, എൻ്റെ ഈ ഡ്രസ്സൊക്കെ മാറ്റിത്താ എന്ന് പറയുമ്പോൾ അമ്മേ, നിങ്ങൾ ഇപ്പോൾ 4 തവണയായി കുളിക്കുന്നു, എല്ലാം നിങ്ങളുടെ തോന്നലാ, കിടന്ന് റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ച് കിടത്തിയ ശേഷം അമ്മയുടെ തലമുടി വാരിക്കൊണ്ട് നിൽക്കുമ്പോൾ തലയിൽ പുഴുക്കളൊക്കെ വന്നതായി കാണുകയാണ്. അത് കണ്ട് ഐറ ഭയന്ന് അമ്മയ്ക്ക് എന്തോ വലിയൊരു അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനാൽ ഒരു ലെറ്റർ എഴുതുകയാണ്. എൻ്റെ അമ്മയ്ക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അസുഖം കൂടി കൂടി വരികയാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് അമ്മയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിചിത്രമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിന്നെ മാത്രമാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടുകാരനായ ഫിയാലിന് ലെറ്റർ എഴുതി വെച്ചിട്ട് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. മോളെ, നിന്റെ ചേച്ചിയും ഏട്ടനും സ്കൂൾ വിട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഐറ മറുപടി പറയാതെ അമ്മേ, അധികം സംസാരിക്കേണ്ട, ഭക്ഷണം കഴിക്ക് എന്ന് പറയുകയാണ്. ഭക്ഷണം കൊടുക്കുമ്പോൾ ഊതി തണുപ്പിച്ചാണ് കൊടുത്തത്. എന്നാൽ വായിൽ വെച്ചപ്പോൾ അയ്യോ എൻ്റെ വായ പൊള്ളിയേ എന്ന് പറഞ്ഞ് അത് തട്ടിത്തെറിപ്പിച്ച് ഒരു ചെമ്പ് നിറച്ച് വെള്ളം കുടിക്കുകയാണ്. അന്നേരം തൊണ്ടയിൽ എന്തോ തറക്കുന്ന പോലെ ഫീലാവുകയും വായിൽ കൈയിട്ട് അത് എടുക്കുമ്പോൾ അതൊരു സ്പൂണിൻ്റെ കഷ്ണമായിരുന്നു. അതെടുത്ത് ലിൻഡ ഐറയെ കുത്താൻ നോക്കുകയാണ്. എന്ത് പറ്റി അമ്മേ, എന്നെ ഒന്നും ചെയ്യല്ലേ, വിട് വിട് എന്ന് പറഞ്ഞ് ഐറ കരയുമ്പോൾ ലിൻഡ ആണെങ്കിൽ അവളുടെ മുഖത്തേക്ക് ഒരു കീറിയ ശേഷമാണ് നോർമലാകുന്നത്. ഐറക്ക് ഒരു ഏട്ടനും ഏച്ചിയും ഉണ്ടെന്ന് നേരത്തെ ലിൻഡ പറഞ്ഞിരുന്നില്ലേ? ലിൻഡയുടെ മൈൻഡ് സെറ്റിൽ അവർ 2 പേരും സ്കൂളിൽ പഠിക്കുന്നു എന്നാണ് കരുതി വച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ 2 പേരും ആരെയും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ 2 പേരെയും ഐറ കോൾ ചെയ്ത് അമ്മയുടെ നില ഭയങ്കര ഗുരുതരാവസ്ഥയിലാണുള്ളത്, നിങ്ങൾ 2 പേരും വീട്ടിലേക്ക് വാ, അമ്മയെ വന്ന് കാണ് എന്ന് പറഞ്ഞെങ്കിലും എനിക്കിപ്പോൾ വരാനൊന്നും പറ്റില്ല, ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം എന്ന് ആര ചേച്ചി പറയുകയാണ്. അതേപോലെ ഏട്ടൻ ആരെയാണെങ്കിൽ എടി, ഞാനുള്ള സ്ഥലവും നീയുള്ള സ്ഥലവും ഒരുപാട് ദൂരെയല്ലേ, അവിടെ വന്ന് പോകാൻ തന്നെ ഒരുപാട് പൈസ വേണം, പൈസയൊക്കെ റെഡിയായിട്ടേ എനിക്ക് വരാൻ പറ്റുള്ളൂ, ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസയില്ല എന്നൊക്കെ പറയുകയാണ്. ആക്ച്വലി ഐറ കോൾ ചെയ്തത് തന്നെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തതിനാൽ അവസാന നിമിഷത്തിലെങ്കിലും അവർ വന്ന് കണ്ടു നോക്കിയിട്ട് പോകട്ടെ എന്നൊരു കാര്യത്തിലാണ്, അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയായിരുന്നില്ല. അതിനുശേഷം ഐറ ഫിയാലിന്
ലെറ്റർ എഴുതാൻ തുടങ്ങി. അമ്മയുടെ അവസ്ഥ ഇപ്പോഴും ഭയങ്കര ഗുരുതരാവസ്ഥയിലാണ്. എന്തൊക്കെയോ ഹാലോസിനേഷൻ ഒക്കെ വരുന്നുണ്ട്. പിശാചിൻ്റെ കൈകളൊക്കെ വന്ന് പിടിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അമ്മയെ സുഖപ്പെടുത്തേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ കരയുന്ന ശബ്ദം കേൾക്കുകയും അമ്മയുടെ അടുത്തേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അമ്മ വന്ന് അവളെ പിടിച്ചു നിന്ന് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ആ രക്തത്തിൽ നിന്ന് പുഴുക്കളൊക്കെ പോകുന്നതും കാണാം. അതേപോലെ ഐറ ഫിയാലിന് എഴുതിയ ആ ലെറ്ററിൽ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മ മറ്റുള്ളവരുടെ അമ്മയെ പോലെയല്ല. ഞാൻ ചെറുതായിരുന്നപ്പോൾ വീട്ടിലേക്ക് കുറേ ആണുങ്ങൾ വരാറുണ്ടായിരുന്നു. ആ സമയത്തൊന്നും അത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ എനിക്ക് പ്രായപൂർത്തിയായപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അമ്മ ഒരു വ്യഭിചാര തൊഴിൽ കൂടി നടത്തുന്നുണ്ടെന്ന്. ഇതേ നേരം ലിൻഡ ആണെങ്കിൽ പുറത്ത് ഇറങ്ങി സിഗരറ്റ് വലിച്ച് ധരിച്ചിരിക്കുന്ന മേൽവസ്ത്രം അവിടെ മാറ്റി പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഐറ ആണെങ്കിൽ ലെറ്റർ എഴുതി പോസ്റ്റ് ബോക്സിൽ ഇടുകയാണ്. എന്നിട്ട് തിരിച്ച് വീട്ടിൽ എത്തി വന്നു നോക്കുമ്പോൾ അമ്മ ധരിച്ചിരിക്കുന്ന വസ്ത്രം അവിടെ വീണ് കിടക്കുന്നത് കാണുകയാണ്. അമ്മ എവിടെയോ ഇറങ്ങിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി. അതിനാൽ ഉടനെ അമ്മയെ അന്വേഷിച്ച് അവൾ ഒരു വശത്ത് കൂടി നടക്കാൻ തുടങ്ങി. ഇതേ നേരം ഗ്രാമത്തിൽ മറ്റൊരു വശത്ത് 2 പയ്യന്മാർ കഥ പറഞ്ഞ് നടന്നു വരുമ്പോൾ കാട്ടിൽ എന്തോ അനക്കം കാണുകയാണ്. എന്താ എന്ന് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മുൻപിൽ ലിൻഡ മേൽവസ്ത്രം ഇല്ലാതെ വന്ന് നിൽക്കുകയാണ്. ആരാ, എന്താ ഇവിടെ നിങ്ങൾ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല, ചുമ്മാ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞ് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരൊറ്റ പോക്ക്. അത് കണ്ട് ഈ കാര്യം എന്തായാലും തലവനെ അറിയിക്കണം, വാ പോകാം എന്ന് പറഞ്ഞ് ആ 2 പേരും അവിടെ നിന്ന് പോവുകയാണ്. ഇതേ നേരം ഐറ ആണെങ്കിൽ വീടിന് ചുറ്റിലും അമ്മയെ തേടി അന്വേഷിച്ച് നോക്കിയിട്ട് പുറത്ത് നോക്കുമ്പോൾ ഒരു വശത്ത് കൂടി കുറച്ചു പേർ നടന്നു പോകുന്നത് കാണുകയാണ്. അവരെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് ശ്മശാനത്തിൽ അമ്മ കിടന്നിട്ടുള്ളത് കാണുന്നത്. ഉടനെ കയ്യിലുള്ള വസ്ത്രം അമ്മയെ ചുറ്റിപ്പിടിച്ച് അമ്മയെ എന്ത് പറ്റി, എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്, വാ പോകാം എന്നൊക്കെ പറയുമ്പോൾ ചുറ്റും കൂടിയവരൊക്കെ വഴക്ക് പറയാൻ തുടങ്ങി. നാണമില്ലേ ഇങ്ങനെ വസ്ത്രമില്ലാതെ വന്ന് കിടക്കാൻ എന്നൊക്കെ പച്ചത്തെറികളൊക്കെ കൂട്ടി പറയുകയാണ്. അന്നേരം അവിടേക്ക് ഗ്രാമത്തലവൻ വന്ന് എല്ലാവരോടും പോകാൻ പറയുകയും എന്നിട്ട് ഇത് നിനക്ക് തരുന്ന അവസാന വാണിംഗാണ്. നീ എത്ര തവണയാ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്, മാനമര്യാദയില്ലാതെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ? ഇനി ഒരു തവണ ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ പറയാനൊന്നുമില്ല. ഈ ഗ്രാമം വിട്ട് നിങ്ങൾ 2 പേരും പോകേണ്ടി വരും. അതൊക്കെ കേട്ട് ഐറ അമ്മയെ കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയിട്ടും ഐറ അമ്മയെ വഴക്ക് പറഞ്ഞില്ല. പകരം അമ്മേ എന്തൊക്കെയാ ഈ ചെയ്തു വെച്ചേക്കുന്നേ, തലവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒരു തവണ ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഈ ഗ്രാമം വിട്ട് പോകേണ്ടി വരും. പിന്നെ പുറത്ത് പോയിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ലിൻഡ കരഞ്ഞിട്ട് മോളെ, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, എന്നെ എന്തോ ഒരു ശക്തി ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുകയാ എന്നൊക്കെ പറയുകയാണ്. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി, ഐറക്ക് ഒരു ഏട്ടനും ചേച്ചിയും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ? 3 പേരും ലിൻഡയുടെ മക്കൾ ആണെങ്കിലും 3 പേരുടെയും അച്ഛൻ വേറെ. ലിൻഡ വ്യഭിചാര തൊഴിലൊക്കെ ചെയ്ത ആളാണല്ലോ, അതിനിടയിൽ പറ്റിപ്പോയതാണ്. വേറെ അച്ഛന്മാരാണ് 3 പേർക്കും. അതിനാലായിരിക്കാം ബാക്കി 2 പേർക്കും ലിൻഡയോട് അത്ര സ്നേഹമില്ലാത്തത്. ഐറക്ക് മാത്രമാണ് ലിൻഡയോട് കുറച്ച് സ്നേഹമുള്ളത്. അതിനൊരുപാട് നന്ദി മോളെ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഐറ ഫിയാലിന് ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതിക്കൊണ്ടിരുന്നില്ലേ? ആ ലെറ്റർ വായിച്ച് ഒരു മറുപടി വന്നിരിക്കുന്നു. അതിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ, നിന്റെ അമ്മയ്ക്കുള്ളത് ഒരു സാധാരണ അസുഖമല്ല, നിന്റെ അമ്മയ്ക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ശാപം നിന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ എഴുതിയത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീടിൻ്റെ ഡോർ ആരോ തട്ടുന്ന ശബ്ദം. ആരാണെന്ന് പോയി നോക്കിയാൽ അത് ഐറയുടെ ഏട്ടൻ ആര്യയും ചേച്ചി ആരയും ആയിരുന്നു. ആര്യക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. അങ്ങനെ അമ്മയെ എല്ലാവരും കണ്ട ശേഷം പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ, എടി അമ്മയ്ക്ക് ഇത്രയും അസുഖം വന്നിട്ട് നീ എന്താ ഹോസ്പിറ്റലിൽ കൂട്ടി പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർമാർക്ക് എല്ലാം കാണിച്ചു. അതിൽ എല്ലാ ഡോക്ടറും പറയുന്നത് അമ്മയുടെ ശരീരത്തിന് ഒരു പ്രശ്നവുമില്ല എന്നാണ്. ശരി, അമ്മയ്ക്ക് മെഡിക്കൽ പരമായി ഒരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ശാപം കിട്ടിയിട്ടുണ്ടാവും, ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടാവും. അത് കേട്ട് ചേച്ചി ആരാ കലിപ്പായിട്ട്, എന്താടി ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത്, നീ ഇങ്ങനെയുള്ള കെട്ടുകഥകളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഈ കുഗ്രാമത്തിൽ താമസിക്കാതെ സിറ്റിയിലേക്ക് വന്ന് താമസിക്ക്, എന്നാലേ നിനക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകൂ. അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ, എന്ത് അന്ധവിശ്വാസം? അമ്മയുടെ വായിൽ നിന്ന് സ്പൂണിൻ്റെ കഷ്ണം പുറത്തു വന്നത് ഞാൻ കണ്ടു, അത് അന്ധവിശ്വാസമാണോ? അതോ സ്പൂൺ വെച്ച് എൻ്റെ മുഖത്തേക്ക് വരഞ്ഞു, അതും അന്ധവിശ്വാസമാണോ? ശരി, അതൊക്കെ പോട്ട്, അമ്മ നമ്മളെ നോക്കുന്നത് എത്ര വൃത്തികെട്ട പണി ചെയ്തിട്ടാണെന്ന് അറിയാലോ. എന്നിട്ട്
നീ എന്തിനാണ് അമ്മയെ വീണ്ടും കെയർ ചെയ്യുന്നത്? നമ്മളെപ്പോലെ ഈ നാട് വിട്ടു പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ദേ നോക്ക്, നമുക്ക് അച്ഛന്മാർ 3 പേർക്കും വേറെ വേറെ ആയിരിക്കാം, എന്നാൽ അമ്മ ഒരാളാണ്. ഞങ്ങളൊക്കെ ഉണ്ടായത് അമ്മ കാരണമല്ലേ? അമ്മയുടെ ആ തെറ്റ് കാരണം നമുക്ക് കുറ്റപ്പെടുത്താൻ അവകാശമില്ല. കുറ്റപ്പെടുത്താൻ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറ്റണം എന്നൊക്കെ ഐറ പറഞ്ഞെങ്കിലും ബാക്കി 2 പേർ അത് മൈൻഡ് കൊടുക്കുന്നതേ ഇല്ല. ആര ആണെങ്കിൽ ഞാനിവിടെ 4-ാം തീയതി വരെ മാത്രമേ നിൽക്കൂ, അതുവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. അങ്ങനെ ഇവർ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകത്ത് ലിൻഡയുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവൾ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. മേലെ നോക്കിയാൽ ഒരു കൊടൂര രൂപം, ഒരുപാട് കൈകൾ വന്ന് ലിൻഡയെ പിടിക്കാൻ നോക്കുകയാണ്. ലിൻഡ വേദനിച്ച് അലറുന്ന ശബ്ദം പുറത്തുള്ളവർ കേൾക്കുകയും ആ ശബ്ദം കേട്ട് അവർ അവിടെ എത്തുമ്പോഴത്തേക്കും പിശാചുക്കൾ ലിൻഡയെ കൊലപ്പെടുത്തി കഴിഞ്ഞു. ഐറ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ലിൻഡയുടെ മരണാനന്തര ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് വരുന്നവരെയൊക്കെ ആരി സ്വീകരിക്കുന്നുണ്ട്. ഇതേ നേരം ആര്യക്ക് ആണെങ്കിൽ അമ്മ മരിച്ചതിൽ പിന്നെ എന്തൊക്കെയോ ദുഃഖമുള്ള പോലെയാണ്. എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ വയറിന് എന്തോ വേദന പോലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അന്നേരം ഐറ വന്നിട്ട് വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ആര ആണെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഐറയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ ലിൻഡയുടെ മരണാനന്തര ചടങ്ങ് പ്രാർത്ഥന ഒക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് അതുവഴി ഒരു കറുത്ത പൂച്ച ഓടി വന്ന് ലിൻഡയുടെ ബോഡിയുടെ മേലെ ചവിട്ടിപ്പോയതും പെട്ടെന്ന് ലിൻഡയുടെ ബോഡി എഴുന്നേൽക്കുകയാണ്. എല്ലാവരും പ്രേതം എന്ന് പറഞ്ഞ് ഭയന്ന് നിൽക്കുമ്പോൾ നോക്കിയാൽ ലിൻഡ മരിച്ചിട്ടില്ല. മരിച്ചുപോയ ലിൻഡ വീണ്ടും ജീവനോടെ തിരിച്ചു വന്നു. അതൊക്കെ കണ്ട് തലവൻ ഇല്ല, ലിൻഡ മരിച്ചിട്ടില്ല, അവൾ മരണത്തെ തൊട്ട് വീണ്ടും ജീവിതത്തിലേക്ക് വന്നവളാണ്. അവൾക്ക് എന്തോ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനുണ്ട്. അതായിരിക്കും ദൈവം വീണ്ടും അവളുടെ ജീവൻ തിരിച്ചു നൽകിയത്. അതുകൊണ്ട് ഇനി എല്ലാവരും ലിൻഡയെ നന്നായി നോക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം ഐറ ആരെയും അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അമ്മേ, നിങ്ങളെ കാണാനാണ് ഇവർ വന്നത്, ഇപ്പോഴെങ്കിലും സംസാരിക്ക് എന്ന് പറയുമ്പോൾ ലിൻഡ തിരിഞ്ഞു നോക്കിയിട്ട് മക്കളെ, ഇനി നിങ്ങൾ 3 പേരും എന്നെ വിട്ട് എവിടെയും പോകാൻ പാടില്ല. നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാ. എൻ്റെ പേരക്കുട്ടിയും എൻ്റെ കൂടെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ആര്യയുടെ മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹപ്രകടനം നടത്തുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആരെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. എടാ, അമ്മ പറയുന്ന പോലെ എനിക്ക് ഈ കാട്ടുമുക്കിൽ ജീവിതം തീർക്കാൻ പറ്റില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും ഞാൻ ഈ നാട് വിട്ടു പോകും. അത് കേട്ട് ആരി, എടേ നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വരട്ടെ. നീ എന്താടാ പറയുന്നത്? ഞാനൊരു ഹൗസിംഗ് ബോർഡിലല്ലേ താമസിക്കുന്നത്, അവിടേക്ക് നിന്നെ കൂട്ടി ഞാൻ എങ്ങനെയാ പോകുന്നത് എന്നൊക്കെ അവൾ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ആശ്ചര്യമായ കാര്യമാണ് നടക്കുന്നത്. ഐറ എങ്ങനെയാണോ വീട് നല്ലോണം ക്ലീൻ ചെയ്ത് ഭക്ഷണമൊക്കെ പാചകം ചെയ്തു വെച്ചതോ അതേപോലെ ഇത്തവണ ലിൻഡയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്താ അമ്മേ ഇതൊക്കെ? സുഖമില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ആർക്കടി സുഖമില്ലാത്തത്? എനിക്ക് ഒരു കുഴപ്പവുമില്ല, ആദ്യം നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞ് ലിൻഡ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയെ പോലെയാണ് പെരുമാറുന്നത്. അതിനുശേഷം ഐറ അവളുടെ ഫ്രണ്ടുകാരനായ ഫിയാലിന് ഒരു ലെറ്റർ എഴുതാറുണ്ടല്ലോ. ഇപ്പോൾ എഴുതുന്നത് അമ്മ മരിച്ച് തിരിച്ചു വന്നത് മുതൽ വേറെ ഒരു ആളെ പോലെയാണ് പെരുമാറുന്നത്. പണ്ടൊക്കെ എങ്ങനെയാണോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നതോ വീടൊക്കെ ക്ലീൻ ചെയ്തു വെച്ചതോ അതേപോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. അസുഖം ഒക്കെ മാറി നല്ല ഉഷാറായി വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് സുഖമായി എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ ലെറ്ററിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ ലിൻഡയുടെ കണ്ണിലേക്ക് ഒരു ചെറിയ ഈച്ച വന്ന് ഇരിക്കുന്ന പോലെ കാണാം. ഒരു ഡെഡ് ബോഡിയിൽ എങ്ങനെയാണോ ഈച്ച വന്നിരിക്കുന്നതോ അതേ അവസ്ഥ. അതേപോലെ പേരക്കുട്ടിയോട് ചിത്രം വരച്ച് കളിക്കുമ്പോൾ ലിൻഡ തൻ്റെ ഇടതു കൈകൊണ്ട് അവളുടെ പേര് ലിൻഡ എന്ന് നല്ല വൃത്തിയായി എഴുതുന്നത് കാണുകയാണ്. അത് കണ്ട് ഐറ, അമ്മേ നിങ്ങൾ എപ്പോഴാണ് ഇടതു കൈകൊണ്ട് എഴുതാൻ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴാണോ മരിച്ചു ജീവിക്കാൻ തുടങ്ങിയതോ അപ്പോൾ മുതൽ എഴുതാൻ തുടങ്ങി എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം രാത്രി ഐറ തൻ്റെ ഫ്രണ്ടുകാരന് എപ്പോഴും എഴുതുന്ന ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ പുറകിലൂടെ ലിൻഡ പാസ് ചെയ്ത് പോകുന്ന പോലെ ഒരു ഫീൽ ആവുകയാണ്. എന്നാൽ തിരിഞ്ഞു നോക്കിയെങ്കിലും അമ്മയെ കണ്ടില്ല. വീണ്ടും ലെറ്റർ എഴുതാൻ നോക്കുമ്പോൾ അതിൽ ഒരു തുള്ളി രക്തം. മേലെ നോക്കിയാൽ എന്തൊക്കെയോ കറുത്ത് വികൃതമായ കാഴ്ചയാണ് കാണുന്നത്. ഇതേ നേരം ആര്യാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അന്നേരം ഹാളിൽ TV ഓണായ ശബ്ദം കേട്ട് അവിടേക്ക് പോയി നോക്കുമ്പോൾ TV മുൻപിൽ ലിൻഡ ഇരുന്നതായി കാണുകയാണ്. എന്തിനാ അമ്മേ ഈ സമയത്ത് TV കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ നോക്കിയാൽ ലിൻഡ ആണെങ്കിൽ അവളുടെ കൈ മാന്തി ചൊറിഞ്ഞ് വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കി ഞാൻ നിനക്കൊരു പ്രോമിസ് തരാം എന്ന് പറയുകയാണ്. ഒന്നും മനസ്സിലാവാതെ എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ നോക്കിയാൽ ലിൻഡ
സോഫയിൽ ഇരുന്ന് മെല്ലെ മെല്ലെ താഴ്ന്നു കൊണ്ടിരിക്കുന്ന പോലെ കാണുകയാണ്. നേരെ അവിടെ പോയി നോക്കുമ്പോൾ ലിൻഡയെ കാണാനില്ല. അമ്മ എവിടെ പോയി എന്ന് നോക്കുമ്പോൾ ടി വിയിൽ അമ്മയുടെ മുഖം പ്രത്യക്ഷമാവുകയാണ്. അതേപോലെ താഴെ ഡ്രോയർ തനിയെ ഓപ്പൺ ആവുകയും അന്നേരം ലിൻഡയുടെ പ്രേതം അവൻ്റെ അടുത്തേക്ക് വന്ന് അലറുമ്പോൾ അവൻ ഭയന്ന് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. ഒരു സ്വപ്നമായിരുന്നു. അതേപോലെ ആരാ ഇടയ്ക്കിടയ്ക്ക് ടാബ്ലറ്റ് കഴിക്കുന്നതും വയറുവേദനയും ഒക്കെ ആയി കണ്ടിരുന്നില്ലേ? ആക്ച്വലി അവളെ ആരോ ഡിങ്കോൾഫി ചെയ്ത് ചതിച്ചതാണെന്ന് തോന്നുന്നു. സംഭവം വയറ്റിലായി. അതിനാൽ മരുന്ന് കഴിച്ച് അതിനെ അലസിപ്പിക്കാൻ നോക്കിയതായിരുന്നു. രക്തമൊക്കെ വസ്ത്രത്തിലായത് കഴുകി വൃത്തിയാക്കി ബാത്റൂമിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ ഐറ കാണുകയും എന്താ നിന്റെ പീരിയഡ്സ് ഇതുവരെയായിട്ടും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ചില മാസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്, കുറേ നേരം നീണ്ടു നിൽക്കും എന്ന് കള്ളം പറയുകയാണ്. ശരി, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത് വേണ്ട, ഒരാഴ്ച എങ്കിലും കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ആര അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഐറ ആരയുടെ വസ്ത്രമൊക്കെ എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്നേരം നോക്കിയാൽ പാത്രത്തിൽ നിന്ന് എന്തോ കുമിള വരുന്ന പോലെ ഒച്ച കേൾക്കുകയാണ്. നോക്കിയാൽ ദേ ഒരു കുഞ്ഞിൻ്റെ ശരീരം. ആകെ ഭയന്ന് ആ കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടി കൈയിട്ടപ്പോൾ പെട്ടെന്ന് അത് അപ്രത്യക്ഷമാവുകയാണ്. വീണ്ടും നോക്കുമ്പോൾ അത് വീണ്ടും കാണുകയാണ്. എന്നാൽ എടുക്കാൻ നോക്കുമ്പോൾ അത് മാഞ്ഞു പോവുകയാണ്. അങ്ങനെയൊക്കെ ഐറക്ക് ഒരു ഇല്യൂഷൻ പോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ വശത്തിൽ ലിൻഡ പേരക്കുട്ടിക്ക് ഒരു ബൊമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവൾ അച്ഛൻ്റെ അടുത്ത്, അതായത് ആര്യക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആര്യ കുട്ടിപ്പെണ്ണിനെ വഴക്ക് പറയുകയാണ്. എന്തിനാ മോളെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നേ, മുത്തശ്ശിയെ ബുദ്ധിമുട്ടിച്ചത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് കുട്ടിപ്പെണ്ണിനെ വഴക്ക് പറയുമ്പോൾ മോനെ, അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങിച്ചതല്ല, ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ എന്ന് ലിൻഡ പറയുകയാണ്. മോളെ, നീ അകത്തേക്ക് പോയി കളിക്ക് എന്ന് പറഞ്ഞ് കുട്ടിപ്പെണ്ണിനെ വിട്ട ശേഷം അമ്മേ, അവൾക്ക് നിങ്ങൾ ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ലിൻഡയുടെ മുഖത്തടിച്ച പോലെ സംസാരിച്ച് അവിടുന്ന് പോവുകയാണ്. അതൊക്കെ കണ്ട് ലിൻഡ ആരയെ തന്നെ പേടിപ്പിക്കുന്ന പോലെ കുറുകുറുവെന്ന് നോക്കി നിൽക്കുമ്പോൾ ആര ഭയന്ന് അവിടുന്ന് വയറ്റിൽ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാവുകയും കുട്ടിപ്പെണ്ണാണെങ്കിൽ ലിൻഡ കൊടുത്ത ആ പാവക്കുട്ടി എടുത്തു വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു കളിപ്പാട്ടം താഴെ വീഴുകയും അതെടുക്കാൻ അവൾ കുനിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ പാവക്കുട്ടി ഒരു കൊടൂര പ്രേതത്തെ പോലെയായി തല ഇളകി മേലോട്ട് പറക്കുന്ന പോലെ കണ്ട് കുട്ടിപ്പെണ്ണ് ഭയന്ന് അലറുകയാണ്. അന്നേരം അവളുടെ അച്ഛനും ബാക്കി എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ ആ പാവക്കുട്ടി ആണെങ്കിൽ നോർമലായിട്ടാണ് ഇരിക്കുന്നത്. ആ പാവക്കുട്ടിയെ കണ്ട് പേടിച്ചതാണ് എന്ന് മനസ്സിലാക്കി ഇതുണ്ടെങ്കിലല്ലേ നീ പേടിക്കൂ, ഇനി ഇത് പൂട്ടിവെക്കാം എന്ന് പറഞ്ഞ് അലമാരയിൽ പൂട്ടിവെച്ചെങ്കിലും പെട്ടെന്ന് അലമാരയുടെ ഡോർ തനിയെ ഓപ്പൺ ആവുകയാണ്. ആ പാവക്കുട്ടിയെ കാണുമ്പോൾ കുട്ടിപ്പെണ്ണിന് ആണെങ്കിൽ അതൊരു പ്രേതത്തെ പോലെയാണ് കാണുന്നത്. എന്നാൽ ബാക്കിയുള്ളവർക്കാണെങ്കിൽ അതൊരു നോർമൽ പാവക്കുട്ടിയെ പോലെ തന്നെയാണ് കാണുന്നത്. അലമാരയുടെ ഡോർ താഴിട്ട് പൂട്ടുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുട്ടിപ്പെണ്ണും ആര്യയും കളിക്കുമ്പോൾ പുറത്താണെങ്കിൽ ഐറയും ആര്യയും ഡ്രസ് വാഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആര, എടി ഇനി മുതൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഈ വീട് വിട്ടു പോവുകയാ എന്ന് പറയുമ്പോൾ അതെന്താ ചേച്ചി, ഒരാഴ്ചയെങ്കിലും നിൽക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, വയറുവേദന ഒക്കെ മാറിയതിന് ശേഷം പോയാൽ പോരെ. ഏയ് ഇല്ലടി, എൻ്റെ വയറുവേദന ഇപ്പോൾ ശരിയായി, എനിക്കിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നേരം രക്തം കലർന്ന ആ വസ്ത്രം അത് അലക്കി അവിടെ വിരിക്കുന്നത് കാണുമ്പോൾ ആരക്ക് അവളുടെ ഗർഭം അലസിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയും പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോയി കൈയൊക്കെ വാഷ് ചെയ്യുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അവൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മറ്റേ വശത്ത് ആര്യയും മകളും ഒളിച്ചു കളിക്കുന്നുണ്ടായിരുന്നതല്ലേ. കുട്ടിപ്പെണ്ണ് അവിടെയുള്ള ഒരു കട്ടിലിനടിയിൽ ഒളിച്ചു കിടക്കുന്നതായി കാണാം. അത് കണ്ട് ആരി, മോളെ നിന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവളുടെ കാല് പോയി പിടിച്ച് വലിക്കാൻ നോക്കുമ്പോഴാണ് മറ്റൊരു വശത്ത് കൂടി അച്ഛാ അവിടെ എന്താ ചെയ്യുന്നേ, ഞാൻ ഇവിടെയല്ലേ ഉള്ളത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അപ്പോൾ അത് മകളാണെങ്കിൽ ഇവിടെയുള്ളതാരാ എന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ നോക്കിയാൽ ദേ കുട്ടിപ്പെണ്ണിൻ്റെ രൂപത്തിൽ ഒരു കുട്ടിപ്രേതം അവനെ നോക്കി ചിരിക്കുന്നു. ആകെ ഭയന്ന് ഞെട്ടി പുറകോട്ട് പോയിരുന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് പ്രേതമായിരുന്നില്ല, ആ പാവക്കുട്ടിയായിരുന്നു. ഇതേ നേരം പുറത്താണെങ്കിൽ ഐറ അവിടെ വിരിച്ചിട്ട ആ രക്തം കലർന്ന തുണി അത് തനിയെ പറന്നു പോയി വീഴുകയാണ്. അതും അതിൻ്റെ അകത്ത് ഒരു ഡെഡ് ബോഡി കിടന്ന പോലെയാണ് കാണുന്നത്. മാത്രമല്ല ആ ബോഡി എഴുന്നേറ്റ് ഇരുന്ന് അവളെ നോക്കി ചിരിക്കുന്ന പോലെ കാണുകയാണ്. പെട്ടെന്ന് അത് സാധാരണ തുണി പോലെ നിലത്ത് വീഴുകയും ആകെ ഭയന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അമ്മ ലിൻഡ വന്ന് നിൽക്കുകയാണ്. എന്തിനാ മോളെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നേ, ഞാൻ നിന്റെ കൂടെ തുണി വിരിച്ചിടാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ലിൻഡ അവളെ സഹായിക്കുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിന്ന്
ആ കറുത്ത പൂച്ച നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആരെയും ഐറയും കിടന്ന് ഉറങ്ങുന്നത് കാണാം. അന്നേരം ആരൊക്കെ മാത്രം പുറത്ത് ആരോ ചുമരിൽ ഇരിക്കുന്ന പോലെ ശബ്ദം കേൾക്കുകയും പോയി നോക്കുമ്പോൾ അവിടെ ലിൻഡ തല ഇടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരെ അമ്മയുടെ അടുത്ത് ചെന്ന് എന്ത് പറ്റി അമ്മേ, ഉറങ്ങാതെ നിൽക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ലിൻഡ വായ തുറന്ന് വായിൽ നിന്ന് എന്തോ എടുക്കുകയാണ്. അതിൽ നേരത്തെ ആര അലസിപ്പിച്ച അവളുടെ ഗർഭം ഉണ്ടല്ലോ, ആ കുഞ്ഞാണ്. കുഞ്ഞിനെ കയ്യിലെടുത്ത് കാണിക്കുകയാണ്. അത് കണ്ട് ഭയന്ന് അവൾ ഞെട്ടി ഉണരുകയാണ്. അവൾ ഒരു സ്വപ്നം കണ്ട പോലെയാണ് കാണുന്നത്. എന്നാൽ സ്വപ്നമാണെങ്കിലും ഇപ്പോൾ അവൾക്ക് പുറത്ത് അതേ ശബ്ദം കേൾക്കാൻ തുടങ്ങി. സ്വപ്നത്തിൽ കണ്ടത് റിയലായിട്ട് നടക്കാൻ പോവുകയാണോ എന്നൊക്കെ ഭയന്ന്, അതിനാൽ ഞാൻ ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഐറയോട്, എടി നമ്മുടെ അമ്മ മുമ്പത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ പെരുമാറുന്നത്, എന്തൊക്കെയോ വ്യത്യസ്തമായ വേറൊരാളെ പോലെയാ തോന്നുന്നത് എന്ന് പറയുമ്പോൾ, അത് അങ്ങനെയൊക്കെ ഉണ്ടാവും, അമ്മ മരിച്ച് തിരിച്ചു വന്നതല്ലേ, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതോർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അല്പം കഴിഞ്ഞ് മാർക്കറ്റിൽ പോയിരിക്കുന്ന ലിൻഡയെയും മകൻ ആര്യയെയും കാണാം. പണ്ട് ലിൻഡ വ്യഭിചാരം നടത്തുന്ന സമയത്ത് എങ്ങനെയാണോ ഓരോ ആണുങ്ങളെ കണ്ട് ചിരിച്ച് മയക്കിയെടുത്തതോ അതേപോലെ ഇപ്പോൾ ഒരുത്തനെ നോക്കി മയക്കിയെടുക്കുന്ന പോലെ ചിരിക്കുകയാണ്. അവനാണെങ്കിൽ ഈ തള്ള എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന ഭാവത്തിൽ അവന് നോക്കുകയാണ്. ആ ഗ്യാപ്പിൽ ആര്യാണെങ്കിൽ സിഗരറ്റ് വാങ്ങാൻ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ലിൻഡയെ കാണാനില്ല. അങ്ങനെ അമ്മയെ ഓരോ ഭാഗത്തായി അന്വേഷിച്ച് പോയി നോക്കുമ്പോൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അമ്മയെ വാ നമുക്ക് പോകാം, അവിടെ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് ലിൻഡ പ്രേതത്തെ പോലെയായി മാറി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഒരൊറ്റ വരവ്. ആകെ ഭയന്ന് നിൽക്കുമ്പോൾ അവിടെയുള്ള ലൈറ്റ്സൊക്കെ മിന്നിമറയാൻ തുടങ്ങി. പെട്ടെന്ന് ലിൻഡ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. എവിടെ പോയി എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ലിൻഡ അടുത്ത് വന്ന് ഒരൊറ്റ അലറൽ. പ്രേതത്തിൻ്റെ ആ അലർച്ച കണ്ട് അവൻ വാപ്പുളന്ന് നോക്കി നിന്ന് ഭയന്ന് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ അവൻ ഇപ്പോൾ ഉള്ളത് മാർക്കറ്റിൽ തന്നെയാണ്. ഒരു ഇല്യൂഷൻ പോലെ കണ്ടതാണ്. തൊട്ടു മുമ്പിൽ അമ്മയും ഉണ്ട്. വാടാ, നീ എന്താ നോക്കി നിൽക്കുന്നേ, വീട്ടിലോട്ട് പോകാം എന്ന് ലിൻഡ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇത് റിയൽ ആണോ അതോ ഇല്യൂഷൻ ആണോ എന്നൊന്നും അറിയാതെ അവൻ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടിപ്പെണ്ണ് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ തൻ്റെ അമ്മ ലിൻഡ പാചകം ചെയ്ത ഈ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നി ആരി അവളെ കഴിക്കണ്ട എന്ന് പറയുകയാണ്. എന്ത് പറ്റി, അവൾക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ഹേ ഇല്ല, അവൾക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിപ്പെണ്ണിനെ കൂട്ടി ആരി റൂമിലേക്ക് പോവുകയാണ്. അന്നേരം ലിൻഡ പറയുന്നു, നമ്മുടെ വീട്ടിൽ ഇനി ഒരു കുട്ടി കൂടി ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ അതിനെ അവൾ കൊന്നു എന്ന് പറയുമ്പോൾ എന്താ അമ്മേ ഈ പറഞ്ഞേ എന്നൊരു ചോദ്യം. നീ എന്താണ് പേടിച്ചു പോയോ, നീ എന്നെക്കുറിച്ച് പറയാറില്ലേ ഭയങ്കര മോശമായവളാണെന്ന്, എന്നാൽ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്ന നീയാണ് എന്നെക്കാളും ഭയങ്കര മോശമായ പെണ്ണ് എന്ന് തുറന്നടിച്ച് പറയുകയാണ്. അത് ശരി, നിങ്ങൾ ചെയ്തതൊക്കെ നല്ല കാര്യമാണോ, എന്തിനാ ഞാൻ കൂടുതൽ പറയുന്നത്, എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയോ, നിങ്ങൾക്ക് പോലും അറിയില്ലല്ലോ, നിങ്ങളുടെ 3 മക്കളുടെ അച്ഛൻ വേറെ വേറെയാണല്ലോ, ആരുടെയെങ്കിലും ഒരാളുടെ അച്ഛനെ നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ച് അതെങ്ങനെ അറിയാനാ, ഓരോ ദിവസവും ഓരോ ആൾക്കാരല്ലേ നിങ്ങളുടെ കൂടെ വന്ന് കിടക്കുന്നത്, പൈസ കയ്യിൽ കിട്ടുന്നുണ്ടോ എന്ന് മാത്രമല്ലേ നിങ്ങൾ നോക്കുന്നത്, ഇതൊക്കെ കണ്ടല്ലേ ഞങ്ങൾ വളർന്നത്, കണ്ടു മടുത്തത് കൊണ്ടാണ് ഞങ്ങൾ 2 പേരും ഈ വീട് വിട്ടു പോയത് എന്നൊക്കെ ലിൻഡയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐറ ഇടയിൽ കയറി, എടി നിർത്ത്, അമ്മയെ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല, അമ്മ ചെയ്തത് തെറ്റ് തന്നെയാണ്, മോശമായ ഒരു ജോലി തന്നെയാണ് സ്വീകരിച്ചത്, എന്നാൽ ആ അമ്മ ഞങ്ങളെ എങ്ങനെയാ വളർത്തിയതെന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ ഒരു നേരമെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ, നമ്മളെ നല്ല സ്കൂളിലല്ലേ ചേർത്ത് പഠിപ്പിച്ചത്, അതേപോലെ അമ്മ ചെയ്യുന്ന ആ തൊഴിലിലേക്ക് നമ്മളെ കൊണ്ടുവിട്ടില്ലല്ലോ, നമ്മളെ നല്ല മാന്യമായ രീതിയിലല്ലേ വളർത്തിയേ, അമ്മ ചെയ്ത തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കാതെ നല്ല കാര്യങ്ങൾ കൂടി ഓർക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആര ആണെങ്കിൽ അതൊന്നും കാര്യമാക്കി ഉൾക്കൊള്ളാതെ അവിടുന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. അമ്മേ, അവൾ പറയുന്നതൊന്നും മനസ്സിൽ വെക്കല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല മോളെ, നിനക്കൊന്നും അറിയില്ല, നിന്റെ ചേച്ചി ആരാ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഐറ നേരെ ആരയുടെ അടുത്ത് ചെന്ന് ആരയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആരയാണെങ്കിൽ വേണ്ട, എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ് ഐറയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഐറ ഡൈനിങ് ടേബിളിലെ പ്ലേറ്റൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ഒരു TV തനിയെ ഓൺ ആവുകയാണ്. അതെങ്ങനെ ഓണായി എന്നവൾ അറിയാതെ പോയി ഓഫ് ചെയ്ത് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ വീണ്ടും TV ഓൺ ആവുകയാണ്. നോക്കിയാൽ TVയിൽ അവളുടെ അമ്മയുടെ രൂപം കാണുകയാണ്. പെട്ടെന്ന് ആ TV ഓഫ് ആവുകയും മേലെയുള്ള ലൈറ്റൊക്കെ ആടാനും തുടങ്ങി. പെട്ടെന്ന് അവളുടെ ഷോൾഡറിൽ ആരോ കൈവെക്കുകയാണ്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. ഇതേ നേരം ആര ആണെങ്കിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ
തൊട്ടു മുമ്പിലുള്ള ചെയറിൽ അവളുടെ അമ്മ കയ്യിൽ ചോരക്കുഞ്ഞുമായി ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിന് താരാട്ട് പാടുന്ന പോലെ കേട്ട് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ആ രൂപത്തെ ഇപ്പോൾ അവൾക്ക് കാണാൻ പറ്റുന്നില്ല. സ്വപ്നം കണ്ടതാണോ എന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ പ്രേതം വന്ന് ഭയപ്പെടുത്തുകയാണ്. അതിനാൽ ഭയന്ന് പുറത്തേക്ക് ഓടിപ്പോയി ഐറയെ കണ്ട്, എടി നീ പറഞ്ഞതൊക്കെ സത്യമാണ്, അമ്മയ്ക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ചുറ്റിലും അമാനുഷികമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവൾക്കൊരു പോസ്റ്റ് ലെറ്റർ വരുന്നു. അത് അയച്ചിരിക്കുന്നത് ഐറയുടെ ഫ്രണ്ടുകാരനായ ഫിയാൽ ആണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതാറുണ്ടായിരുന്നില്ലേ, ആ ലെറ്ററിനുള്ള ഒരു മറുപടിയാണ് വന്നത്. അത് ഇവർ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതേ നേരം ആര്യാണെങ്കിൽ കുട്ടിപ്പെണ്ണ് ഉറങ്ങുമ്പോൾ അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അന്നേരം പെട്ടെന്ന് അവിടെയുള്ള ജനാല തനിയെ ഓപ്പൺ ആവുകയും അതുകണ്ട് കാറ്റടിച്ചത് കൊണ്ടായിരിക്കും തുറന്നത് എന്ന് കരുതി അവിടെ പോയി ജനാൽ അടച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ബെഡിൽ കിടന്നിട്ടുള്ള കുട്ടിപ്പെണ്ണിനെ കാണാനില്ല. അയ്യോ, അവൾ എവിടെ പോയി എന്ന് തപ്പി തപ്പി തിരയുമ്പോൾ നോക്കിയാൽ ദേ അവിടെയുള്ള കബോർഡിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പെട്ടെന്ന് അവളുടെ കഴുത്ത് മാത്രം തിരിഞ്ഞ് പ്രേതത്തെ പോലെ ആര്യയുടെ നേർക്ക് ചാടി ചിലന്തിയെ പോലെ ദേഹത്തേക്ക് കയറുകയാണ്. അയ്യോ എന്നെ വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് ആര്യ ഒച്ച വെക്കുമ്പോൾ ആ ശബ്ദം കേട്ട് അവിടേക്ക് ആരെയും ഐറയും ഓടിയെത്തുകയാണ്. അവൻ നോർമലായി നോക്കുമ്പോൾ ആ കുട്ടി പ്രേതത്തെ കാണാനില്ല. എന്നാൽ അവൻ്റെ നെഞ്ചിൽ മാന്തിയ പാടൊക്കെ കാണാം. കുട്ടിപ്പെണ്ണാണെങ്കിൽ ബെഡിൽ തന്നെയാണ് ഉള്ളത്. അതിനുശേഷം ആ ലെറ്റർ വന്നതിൻ്റെ കാര്യം പറയുകയാണ്. നമ്മുടെ അമ്മയ്ക്ക് ശാപം ഏറ്റിട്ടുണ്ടോ, ആരെങ്കിലും കൂടോത്രം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് എൻ്റെ ഫ്രണ്ട് ഫിയാൽ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ ലെറ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഇപ്പോൾ ഐറ ചെയ്യാൻ തുടങ്ങി. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ ഒരു മുട്ടയും വെച്ചിട്ട് അത് നേരെ കൊണ്ടുപോയി അമ്മ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെക്കുന്നതിന് മുൻപ് മുട്ടയിൽ ചില മന്ത്രങ്ങൾ ചൊല്ലി ഊതിയിട്ട് വേണം വെക്കാൻ. അങ്ങനെ അതുമായി വന്ന് അമ്മയുടെ റൂമിൻ്റെ അടുത്ത് എത്തി മന്ത്രം ചൊല്ലി ഊതിയതും ആ മുട്ട എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ മന്ത്രവചനം ചൊല്ലിയ ശേഷം അത് അമ്മയുടെ കട്ടിലിൻ്റെ അടിയിൽ വെക്കാൻ നോക്കുമ്പോൾ കട്ടിലിൻ്റെ മറ്റേ വശത്ത് അമ്മയുടെ കാല് കാണുകയാണ്. എന്നാൽ മേലെ നോക്കുമ്പോൾ അമ്മ കിടന്നിട്ടാണ് ഉള്ളത്. അതെങ്ങനെ അവിടെ കാല് കാണുന്നേ എന്ന് വീണ്ടും കുനിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് കുട്ടിപ്പെണ്ണ് വരികയാണ്. എന്നിട്ട് എനിക്ക് അച്ഛൻ്റെ കൂടെ കിടക്കണ്ട, ഞാൻ മുത്തശ്ശിയുടെ കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ബെഡിൽ കയറി കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ മുട്ട എടുത്ത് ഉടച്ചു നോക്കുമ്പോൾ ആ മുട്ട അഴുകിപ്പോയിരുന്നു. അങ്ങനെ അഴുകിപ്പോയതിൻ്റെ അർത്ഥം തീർച്ചയായും ലിൻഡയുടെ ശരീരത്തിലേക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കിയതോടെ ആര്യാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നത് വേണ്ട, ഇത് ഇപ്പോൾ നമ്മുടെ സ്വന്തം അമ്മയല്ല, മറ്റാരോ ആണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എല്ലാവരും പോകാം എന്ന് ഭയന്ന് പറയുകയാണ്. എന്നാൽ ഐറ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടുകാരന് ഫിയാലിന് വീണ്ടും ഒരു ലെറ്റർ എഴുതുകയാണ്. നീ പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ ട്രൈ ചെയ്തു നോക്കി, അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ അമ്മക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി, ഇനി നീ ഇങ്ങോട്ട് വരണം, എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ലെറ്റർ എഴുതി അയക്കുകയാണ്. ആ ലെറ്റർ വായിച്ച ഫിയാൽ ഉടനെ അവിടുന്ന് ഐറയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഇതേ നേരം ഐറയുടെ വീടിൻ്റെ പുറത്താണെങ്കിൽ നല്ല മഴ. അത് കണ്ട് ആര ആണെങ്കിൽ അയ്യോ ഇന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ എടേ നീ കാണുന്നില്ലേ പുറത്ത് നല്ല മഴ വരുന്നത്, ഈ മഴയ്ക്ക് എൻ്റെ മകളെ കൂട്ടി ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകും, അതിനാൽ ഇന്ന് രാത്രി വേണ്ട, നാളെ മഴയൊക്കെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഈ വീട് വിട്ടു പോകാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഐറ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നതേയില്ല. എൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല എന്ന് പറയുകയാണ്. എടി അമ്മയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാനല്ല പറയുന്നത്, അമ്മയുടെ പ്രശ്നം മാറ്റാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തണം, അതിനുശേഷം അമ്മയെ കാണാൻ വരാം, നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്, നല്ലോണം ആലോചിച്ച് നീ തീരുമാനം എടുത്താൽ മതി, ഇപ്പോൾ കിടന്നുറങ്ങിക്കോ എന്ന് ഐറയോട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ആര പെട്ടെന്ന് ഉണരുകയാണ്. എന്നാൽ അവളുടെ ഗർഭം കലങ്ങിയതിനാൽ അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പീരിയഡ്സ് ആണ്. അതിനാൽ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ഒരു ബോട്ടിൽ കൈ തട്ടി താഴെ വീഴുകയാണ്. അതിൽ ഒരു കുപ്പിച്ചില്ല് മാത്രം കുത്തനെ നിന്നിട്ടുണ്ട്. അങ്ങനെ ആര ക്ലീൻ ചെയ്ത് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾ അലസിപ്പിച്ച കുഞ്ഞ് കരയുന്ന പോലെ വോയിസ് കേൾക്കാൻ തുടങ്ങി. അത് കേട്ട് അവൾ ഭയങ്കര അസ്വസ്ഥതയാവുകയും ഡോറിൽ തട്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയെങ്കിലും ഓപ്പൺ ആകുന്നില്ല. അവിടെയുള്ള വെള്ളത്തിൽ നിന്ന് എന്തോ ബബിൾസ് വരുന്ന പോലെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അതിൽ അവളുടെ മുഖം റിഫ്ലക്റ്റായി കാണുകയും മറ്റൊരു വശത്ത് അവളുടെ അമ്മയുടെ രൂപവും കാണുകയാണ്. അത് കണ്ട് അവൾ ഞെട്ടി ഓടാൻ നോക്കുമ്പോൾ സ്ലിപ്പായി അവിടെ വീണ് അവളുടെ തല ഇടിച്ച് ആ കുപ്പിച്ചില്ലിൽ കുത്തിക്കയറി അങ്ങനെ
അങ്ങനെ ആര അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് ഐറ ഉണർന്നു നോക്കുമ്പോൾ അടുത്ത് ആരെയെ കാണാത്തതിനാൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ താഴെ രക്തക്കറയൊക്കെയുണ്ട്. മെല്ലെ അത് ഫോളോ ചെയ്ത് ബാത്റൂമിൽ പോയി നോക്കുമ്പോഴാണ് അവിടെ ആര മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുന്നത്. അത് കണ്ട് കെട്ടിപ്പിടിച്ച് അലറി അലറി കരയുമ്പോൾ ശബ്ദം കേട്ട് അവിടേക്ക് ആര്യയും എത്തുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ശ്മശാനത്തിൽ ആരയെ അടക്കം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അതിനിടയിൽ ലിൻഡ ആണെങ്കിൽ പേരക്കുട്ടിയെ പിടിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ആര്യയാണെങ്കിൽ അതിന് സമ്മതിക്കാതെ ഇവളെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അന്നേരം അവിടെ ഐറയുടെ ഫ്രണ്ടുകാരൻ ഫിയാൽ എത്തുകയും ചെയ്തു. എന്നിട്ട് ഐറയോട് നിന്റെ അടുത്തൊരു പ്രധാന കാര്യം പറയാനുണ്ട്, ഇത് കേട്ട് നീ പേടിക്കണ്ട. എന്തെന്നാൽ നിന്റെ വീട്ടിൽ ഉള്ളത് നിന്റെ അമ്മയല്ല. ലിൻഡ മരിച്ചപ്പോൾ അവളുടെ ശരീരത്തിൽ ഒരു പിശാച്ച് കയറിയതാണ്. ഒരു സാത്താനാണ് നിന്റെ അമ്മയുടെ ശരീരത്തിലുള്ളത്. നിന്റെ അമ്മയ്ക്ക് കൂടോത്രം ചെയ്തത് നിന്റെ ഫാമിലിയിൽ ഉള്ളവർ തന്നെയാണ്. നിന്റെ ചേച്ചി ആര മരിച്ചത് കൂടോത്രം കാരണമാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ബാക്കിയുള്ളത് എൻ്റെ ഏട്ടൻ ആര്യയാണല്ലോ. ആര്യയാണോ കൂടോത്രം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. അതിൽ ചെറുപ്പത്തിൽ ആരെയും അമ്മയുടെ കൂടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതിനാൽ വീട് വിട്ട് ഇറങ്ങിപ്പോയിരുന്നു. അതൊക്കെ കണ്ട് ഐറ അവരോട് പോകല്ലേ പോകല്ലേ തിരിച്ചു വാ എന്ന് കെഞ്ചി പറഞ്ഞിരുന്നു. എന്നാൽ അമ്മ ലിൻഡ ആണെങ്കിൽ അവർ പോകുന്നെങ്കിൽ പോകട്ടെ, എത്ര ദിവസം അവർക്ക് അങ്ങനെ പുറത്തു പോയി താമസിക്കാൻ പറ്റും, ഒരേ ഒരു ദിവസം, അത് കഴിഞ്ഞ് വിശക്കുമ്പോൾ അവർ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ എത്ര വർഷം ആയിട്ടും അവർ തിരിച്ചു വന്നതേയില്ല. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആരി തിരിച്ചു വന്നിട്ട് അമ്മയോട് ഞാൻ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്, വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, 2-3 മാസമായിട്ട് വാടകയും കൊടുത്തിട്ടില്ല, ഈ മാസം കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഭാര്യയെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, അമ്മ കുറച്ച് പൈസ തരുകയാണെങ്കിൽ വാടകയെങ്കിലും കൊടുത്ത് തീർക്കാമായിരുന്നു, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേറെ ആരുമില്ല, കുറച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ലിൻഡ ആണെങ്കിൽ മുഖത്തടിച്ച പോലെ എടാ നിനക്ക് വീടുണ്ടായാൽ എന്താ, വീടില്ലെങ്കിലും എന്താ, കടം വന്ന് മുടിഞ്ഞു പോയാലും എനിക്കെന്താ, അതൊന്നും ഇപ്പോൾ എൻ്റെ പ്രശ്നമേ അല്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോടാമൈരെ എന്ന് പറഞ്ഞ് ആര്യയെ അപമാനിച്ചു വിടുകയാണ്. അത് ശരി, നിങ്ങൾ പെറ്റ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസയില്ലേ, നിങ്ങളുടെ ശരീരം വെച്ച് നിങ്ങൾ കുറെ പൈസ ഉണ്ടാക്കുന്നല്ലോ, നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവളാണല്ലേ എന്നൊക്കെ ദേഷ്യത്തിൽ അവൻ പറയുമ്പോൾ ലിൻഡ ആണെങ്കിൽ അവൻ്റെ മോന്തക്കിട്ട് ഒരൊറ്റ അടി. അതേടാ, ഞാൻ എൻ്റെ ശരീരം വിറ്റ് തന്നെയാണ് നിങ്ങളെ എല്ലാരെയും വളർത്തി വലുതാക്കിയത്, ഇനി നീയും അതേപോലെ ചെയ്യ്, ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളെ വെച്ച് നീ പണം ഉണ്ടാക്ക്, എന്നിട്ട് ആ പണം കൊണ്ട് നീ ജീവിക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിച്ച പൈസ ഇപ്പോൾ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് പറഞ്ഞു വിടുകയാണ്. ആ അപമാനത്തോടു കൂടി ആരി നേരെ അവൻ്റെ വാടക വീട്ടിലേക്ക് പോവുകയാണ്. അതേപോലെ അമ്മ എറിഞ്ഞു കൊടുത്ത പൈസ, ആ പൈസ കൊണ്ടുവന്നിട്ടില്ല, അത് അവിടെ തന്നെ വിട്ടിട്ടാണ് വന്നത്. അന്നേരം ആരിയുടെ വൈഫ് എന്താ മനുഷ്യ അമ്മ പൈസ തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവൻ പറയുകയാണ്. പിന്നെ അവൻ്റെ ഭാര്യ ഒന്നും നോക്കിയില്ല, പിറ്റേ ദിവസം എല്ലാം പാക്ക് ചെയ്ത് ആര്യയെയും മകളെയും അവിടെ തന്നെ വിട്ടിട്ട് എവിടേക്കോ അവരെ ഒഴിവാക്കി പോവുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷമാണ് ആ അപമാനങ്ങളൊക്കെ താങ്ങാനാവാതെയാണ് ആരി തൻ്റെ അമ്മയ്ക്ക് തന്നെ കൂടോത്രം ചെയ്യാൻ വേണ്ടി ഒരു മന്ത്രവാദിയെ കണ്ട് കൂടോത്രം ചെയ്തത്. അതാണ് തുടക്കത്തിൽ നമ്മൾ മന്ത്രവാദം ചെയ്യുന്നത് കണ്ടത്. അങ്ങനെ കൂടോത്രം ചെയ്ത തിങ്സൊക്കെ തുണിയിൽ കെട്ടിക്കൊടുത്ത് ഇത് നിന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട ശേഷം കൂടോത്രത്തിൻ്റെ ഫലം കണ്ടു തുടങ്ങും, അതോടെ അമ്മ കൊടൂരമായി മരണപ്പെടും. ഇനി അതിനിടയിൽ നിന്റെ മനസ്സ് മാറി അമ്മയെ കൊല്ലുന്നത് വേണ്ട എന്ന് തോന്നിയാൽ കുഴിച്ചിട്ട കൂടോത്ര പൊതി മെല്ലെ ഇളക്കി കുഴിച്ചെടുക്കണം. അങ്ങനെ എടുത്ത് കത്തിച്ചു കളഞ്ഞാൽ മാത്രമേ ആ ശാപം കൂടോത്രം ഇല്ലാതെ ആവുകയുള്ളൂ, അതോടെ എല്ലാ പ്രശ്നവും മാറും എന്നൊക്കെ പറഞ്ഞാണ് അവൻ്റെ കയ്യിൽ കൂടോത്രം കൊടുത്തുവിട്ടത്. അങ്ങനെ ആരി കൂടോത്ര പൊതി കൊണ്ടുപോയി വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടു. അതിനുശേഷമാണ് അമ്മയ്ക്ക് ആ ഗതി വന്നത്. എന്നാൽ അവൻ ചെയ്ത ആ കൂടോത്രം കാരണം അവൻ്റെ ചേച്ചി ആരെയും മരിച്ചു പോയല്ലോ. അതിനാൽ ഇപ്പോൾ ആ കൂടോത്രം ഇനി നീണ്ടു നിൽക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച് കുഴിച്ചിട്ട ആ കൂടോത്ര പൊതി മാന്തി കുഴിച്ചെടുത്ത് ആ ശാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടേക്ക് അവൻ്റെ കുട്ടിപ്പെണ്ണ് വന്ന് അച്ഛാ എന്താ ചെയ്യുന്നേ, വാ പോകാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം കുട്ടിപ്പെണ്ണ് അവിടെ അവളുടെ അമ്മയെ കാണുകയാണ്. അത് കണ്ട് അവൾ അമ്മയുടെ പുറകെ പോയി ഉള്ളിലോട്ട് പോവുകയാണ്. എന്നാൽ അതൊന്നും ആരി കണ്ടില്ല. അന്നേരം അവിടേക്ക് ഐറയും ഫ്രണ്ടുകാരൻ ഫിയാലും എത്തുകയാണ്. എന്നിട്ട് അവനെ പിടിച്ച് തെറി പറയാൻ തുടങ്ങി. എടാ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ, അമ്മ എന്ത് തെറ്റാടാ നിന്നോടൊക്കെ ചെയ്ത്, എന്തിനാ അമ്മയ്ക്ക് കൂടോത്രമൊക്കെ ചെയ്തു വെച്ച് എന്നൊക്കെ ഐറ അവനെ വഴക്ക് പറയുമ്പോൾ ഫിയാൽ ആണെങ്കിൽ നമ്മൾ
ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ആപത്താണ്, വാ ഈ വീട് വിട്ട് പുറത്തോട്ട് പോകാം എന്ന് പറയുമ്പോൾ ആര്യയാണെങ്കിൽ ഇല്ല, ഞാനിവിടെ കുഴിച്ചിട്ട കൂടോത്രം തോണ്ടിയെടുത്ത് അത് കത്തിച്ച് കളഞ്ഞാൽ മാത്രമേ ഈ കൂടോത്രത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കുട്ടിപ്പെണ്ണിനെ കാണാനില്ല എന്ന കാര്യം മനസ്സിലാവുകയാണ്. അതിനാൽ പെട്ടെന്ന് ആര്യ ഓടിച്ചെന്ന് അയ്യോ എൻ്റെ മകൾ എവിടെ, അവൾക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഓടിപ്പോയി വീട്ടിലേക്ക് കയറാൻ നോക്കുമ്പോൾ മെയിൻ ഡോർ ലോക്കാണ്. എടാ നീ പോയി ആ കൂടോത്രത്തെ നശിപ്പിക്കാനുള്ള കാര്യം ചെയ്യ്, കുട്ടിപ്പെണ്ണ് എവിടെയാ ഉണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറയുകയും അങ്ങനെ അവർ കുട്ടിപ്പെണ്ണ് എവിടെയാ ഉള്ളതെന്ന് ഓരോ ഭാഗത്തായി അന്വേഷിക്കാൻ തുടങ്ങി. വീടിനകത്ത് കയറിയ ഐറ അവിടെ ടി-വിയിൽ അമ്മയുടെ രൂപം കാണുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരുപാട് പിശാചുക്കളുടെ കൈകൾ വന്ന് ഐറയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ആയി ഐറ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. നോക്കുമ്പോൾ ദേ അവിടെ കുട്ടിപ്പെണ്ണ് നിൽക്കുന്നു. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നോക്ക് എന്ന് പറഞ്ഞ് അവൾ കൈ കാട്ടുകയാണ്. ഐറ ആ ഭാഗത്തേക്ക് നോക്കി തിരിച്ച് അവളെ തന്നെ നോക്കുമ്പോൾ അവിടെ കുട്ടിപ്പെണ്ണില്ല. പകരം അവൾ പിടിച്ചുകൊണ്ടിരുന്നത് ഒരു ഡെഡ് ബോഡിയുടെ കൈ മാത്രമാണ്. പേടിച്ച് അതിനെ വലിച്ചെറിഞ്ഞ് വീണ്ടും കുട്ടിപ്പെണ്ണ് എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ കുട്ടിപ്പെണ്ണ് അവിടെ ക്രോസ് ചെയ്ത് നടന്നു പോയി ഒരു ജനാലയുടെ അടുത്ത് നിൽക്കുകയാണ്. എന്ത് പറ്റി മോളെ, എന്തിനാ അവിടെ പോയി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി, മുത്തശ്ശി ഭയങ്കര മോശം ആളാണ്, എന്നോട് എന്താ ചെയ്യാൻ പറഞ്ഞത് എന്നറിയോ എന്ന് പറഞ്ഞ് അവിടെയുള്ള ഗ്ലാസ്സിലേക്ക് അവളുടെ തല ഇടിക്കാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് ലിൻഡയുടെ പ്രേതം വന്ന് ചുമരിൽ പല്ലിയെ പോലെ ഒട്ടി നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ഐറയെ ഓടിപ്പോകാതിരിക്കാൻ ചെയറോടെ ചേർത്ത് ടേബിളിലേക്ക് ലോക്ക് ചെയ്തു വെച്ച് പ്രേതം ചുമരിൽ നിന്ന് മെല്ലെ മെല്ലെ താഴെ ഇറങ്ങി ഒരു വശത്ത് നിന്ന് പ്രേതം കഴുത്ത് മാത്രം നീട്ടി വലുതാക്കി പറയുന്നു, എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ അവന് ആര്യക്ക് കഴിഞ്ഞില്ല. കൂടോത്രം ചെയ്യുമ്പോൾ ആര്യ പറഞ്ഞത് ലിൻഡയുടെ ആത്മാവിനെ എനിക്ക് തരാം എന്നാണ്. എന്നാൽ അമ്മയുടെ ആത്മാവ് എനിക്ക് കിട്ടാത്തതിനാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ആത്മാവ് ഞാൻ നേരിട്ട് വന്ന് എടുക്കും എന്ന് പറഞ്ഞ് സാത്താൻ കുട്ടിപ്പെണ്ണിൻ്റെ കഴുത്ത് പിടിച്ച് അവളുടെ കഴുത്ത് അവിടെ ഉടഞ്ഞു കിടക്കുന്ന ഗ്ലാസ്സിലേക്ക് ഇടിച്ച് കൊലപ്പെടുത്താൻ നോക്കുമ്പോൾ ഇതേ നേരം പുറത്ത് ആര്യ കൂടോത്രം ചെയ്തു വെച്ച തുണി കുഴിച്ചെടുത്ത് ലെറ്റർ ഉപയോഗിച്ച് അത് കത്തിക്കാൻ തുടങ്ങി. അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കെ കൂടോത്രത്തിൻ്റെ പവർ നശിച്ചു വരാൻ തുടങ്ങി. അകത്ത് ലിൻഡയുടെ ശരീരത്തിലുള്ള സാത്താൻ കൂടോത്രത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ നശിച്ചു പോകാൻ തുടങ്ങി. എന്നാൽ ഒടുവിൽ സാത്താൻ പോകുമ്പോൾ ലിൻഡയുടെ ആത്മാവിനെ കൂടി എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഐറ കുട്ടിപ്പെണ്ണിനെ രക്ഷിച്ച് പുറത്തോട്ട് വന്ന് ഐറ ആര്യയോട് ഹേയ്, കൂടോത്രത്തിൻ്റെ ശാപം പോയി, പക്ഷേ അമ്മയെ കൊന്ന് ആത്മാവിനെ കൊണ്ടാണ് പോയത് എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ സങ്കടപ്പെട്ട് എല്ലാം ചെയ്തത് തെറ്റായിപ്പോയി, ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, കൂടോത്രം നല്ലതല്ല, കൂടോത്രം കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ വിഷമിച്ച് പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ കുഴിയിൽ നിന്ന് ഒരുപാട് കൈകൾ വന്ന് അവൻ്റെ ശരീരം പിടിച്ച് കുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. കൂടോത്രത്തിൻ്റെ ശക്തി പൂർണ്ണമായി പോകണമെങ്കിൽ കൂടോത്രം ചെയ്തു വെച്ച ആളും നശിക്കണം എന്ന രീതിയിൽ അവനെ കുഴിയിലേക്ക് പിശാചിൻ്റെ കൈകൾ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആര്യയുടെയും അമ്മ ലിൻഡയുടെയും മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്ത് ബോഡി അടക്കം ചെയ്യുകയും ചെയ്തു. ആകെ വിഷമിച്ച് ഐറ ഇരിക്കുമ്പോൾ അവിടേക്ക് ഫ്രണ്ടുകാരൻ ഫിയാൽ വന്നിട്ട് ഒരു ലെറ്റർ കൊടുക്കുകയാണ്. അതിൽ തുടക്കത്തിൽ ലിൻഡ നോക്കിക്കൊണ്ടിരുന്ന ആ ഫോട്ടോ കാണാം. ആ ഫോട്ടോയിൽ ലിൻഡയുടെ കൂടെ ഹസ്ബൻഡിനെ പോലെ നിന്നിട്ടുള്ളത് ഫിയാൽ ആണ്. ലിൻഡ ഐറയ്ക്ക് എഴുതിയ ലെറ്ററും അതിലുണ്ട്. ആ ലെറ്റർ വായിച്ച ശേഷമാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഇത്രയും നാൾ അവൾ ലെറ്റർ എഴുതിക്കൊണ്ടിരുന്ന ഫ്രണ്ടുകാരൻ വെറും ഫ്രണ്ടുകാരൻ ആയിരുന്നില്ല, അത് അവളുടെ അച്ഛനാണ്. അതൊക്കെ ലിൻഡ ആ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അച്ഛനെയെങ്കിലും കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ അതൊക്കെ ഒരു വശത്തു നിന്ന് കുട്ടിപ്പെണ്ണും ഒരു കറുത്ത പൂച്ചയെ നോക്കുന്ന പോലെ കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.